ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നും വിഷയം മുതുകാടും പരാതിക്കാരും. ഏതായാലും വിഷയം സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ മറുനാടൻ ഷാജൻ സക്രിയ ഒഴികെ മറ്റാരെയും മുതുകാടിൻ്റെ സൈഡിൽ കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് അതിന് മാറ്റം വന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് ചാനലുകാർ പരാതിക്കാരുടെ സംസാരത്തിലെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നത് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ പറയട്ടെ, അതിൽ സംഗതിയുടെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി മാജിക് പ്ലാനറ്റിൽ പോയി അവിടെയുള്ള ആദ്യകാലം മുതലുള്ള അമ്മമാരോട് അവിടുത്തെ ഈ സംഭവവികാസങ്ങളെ പറ്റിയുള്ള വിശദീകരണം തേടിയും അതിലെ സത്യാവസ്ഥ ആരാഞ്ഞും നടത്തിയ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. സാഗ് ന്യൂസ് എന്ന ചാനലിൽ ഇന്ന് വന്ന വീഡിയോയിൽ അവിടെയുള്ള അമ്മമാരോട് കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി ചോദിക്കുന്നുണ്ട്. അതിന് അവിടുത്തെ അമ്മമാർ മറുപടി പറയുന്നതും വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഞാനൊന്ന് പറയട്ടെ. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ, അതായത് കഴിഞ്ഞ മുതുകാടിനെ പറ്റി ഞാനിട്ട വീഡിയോയ്ക്ക് വന്ന കമൻറ്റിൽ ഒരു കമൻറ്റ് മുതുകാടിനെതിരെ ആദ്യമായി പരാതി ഉന്നയിച്ച സ്ത്രീയെ പറ്റിയായിരുന്നു. ആ വന്ന കമൻറ്റ് ഞാൻ സ്ക്രീൻഷോട്ടായി ഇപ്പോൾ ഇതിൽ എടുത്തു പറയുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. നിങ്ങളതൊന്ന് വായിച്ചു നോക്കൂ. ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ ഇപ്പോൾ നിലവിൽ ഭർത്താവും ഒന്നിച്ച് അമേരിക്കയിലാണെന്നും അവരുടെ ഭിന്നശേഷിക്കാരനായ മകൻ നാട്ടിൽ തന്നെയാണെന്നും, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അവർ ഇപ്പോൾ പരാതി പറയുന്നു, പക്ഷെ അവരുടെ മകൻ ഇപ്പോൾ നാട്ടിലുണ്ട്. അവർക്ക് മകനെ മുതുകാടിൻ്റെ സ്ഥാപനത്തിൽ ഏൽപ്പിച്ച് USA കടക്കണമായിരുന്നു. പക്ഷേ മുതുകാടിൻ്റെ സ്ഥാപനത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും കൂട്ടത്തിൽ വേണമെന്ന ഒരു നിർദ്ദേശം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ പരാതിക്കാരിക്ക് അതിന് സാധിക്കാതെ വരും. ഇപ്പോൾ നിങ്ങൾക്ക് ആ പരാതിക്കാരിയുടെ കാരണം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ സംഭവം സാഗ് ന്യൂസ് എന്ന ചാനലിൽ അവിടുത്തെ അമ്മമാർ പങ്കുവെക്കുന്നുണ്ട്. ഇനി സാഗ് ന്യൂസിൽ വന്ന മറ്റൊരു വലിയ വാർത്തയാണ്. ഈ ശിഹാബ് മുതുകാടിനെതിരെ എന്തിനു പ്രസ്താവനകൾ ഇറക്കുന്നു എന്നത് എനിക്ക് ആദ്യം മുതലേ ഉള്ള ഒരു സംശയമായിരുന്നു. കാരണം ശിഹാബിന്റെ ഇന്റർവ്യൂവിലെല്ലാം പറയുന്നത് അവിടുത്തെ കുട്ടികൾക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണങ്ങൾ കൊടുക്കുന്നില്ലെന്നും ദിവസവും 3-4 ഷോകൾ ചെയ്യിക്കുന്നതും അതും ഭക്ഷണത്തിന് ഉള്ള സമയത്ത് പോലും ഷോകൾ ചെയ്യിക്കുന്നെന്നും ഒക്കെയുള്ള കുറ്റങ്ങളായിരുന്നു ശിഹാബ് പറഞ്ഞുകൊണ്ട് ഇന്റർവ്യൂവിലെല്ലാം പ്രത്യക്ഷപ്പെടാറുള്ളത്. അതിനുള്ള ഉത്തരവും സാഗ് ന്യൂസിലൂടെ തന്നെ അമ്മമാർ തന്നു. അവർ ശിഹാബ് അവിടെ നിന്ന് പോകാനുള്ള കാരണം പറയുന്ന ആ വീഡിയോ കുറച്ച് ഭാഗം നമുക്കൊന്ന് കാണാം. ശിഹാബ് എന്തിനായിരിക്കും ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? അനിയനുണ്ടായിരുന്നു കൂടെ. ജോലി കൊടുക്കാമോ ചോദിച്ചപ്പോ സാറ് പറഞ്ഞു. അപ്പൊ സ്റ്റേജില് സഹായിക്കാൻ വേണ്ടി ജോലി കൊടുത്തായിരുന്നു. അവിടെ ഒരു മണിപ്പൂരി കുട്ടിയുണ്ട്. ആ കുട്ടിയത് ഇതായിരുന്നു. റൂമില് കൊണ്ടുപോണൊക്കെ ക്യാമറ കണ്ടു. അങ്ങനെ അനിയൻ കൊണ്ടുപോണ കണ്ടു. അങ്ങനെ ഇവിടെ മാനേജറാണ് തിൻസാറായിട്ട് ഇത്തിരി അപ്പോഴേ പ്രശ്നമായി. ക്യാമറയൊക്കെ നോക്കി കണ്ടു. ക്യാമറയിലുണ്ടെന്ന് ഭയങ്കര സാർ ചെന്ന് പറഞ്ഞു. അങ്ങനെ അനിയനെ പറഞ്ഞു വിടുന്നു. അപ്പോഴേ ഇവിടുന്ന് ഇറങ്ങി പറഞ്ഞു വിട്ട സാറിന് ചീത്ത പേരുണ്ടാക്കുന്നു ആദ്യമേ പറഞ്ഞിട്ടാണ്. അതാണ് സാറായിട്ടുള്ള ദേഷ്യം വരാൻ കാരണം. അതാണ് പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നത് അതാണ്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടതോടുകൂടി ശിഹാബിന്റെ മുതുകാടിനോടുള്ള വിരോധം മനസ്സിലാക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയുമല്ലോ. ഇനി എൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ, നിലവിൽ ശിഹാബ് സ്വയം പത്രസമ്മേളനം നടത്തുകയും ചാനലുകളിൽ വന്നിരുന്ന് മുതുകാടിനെതിരെ കുട്ടികളെ പീഡിപ്പിക്കുന്നു, ഫുഡ് സമയത്തുകൂടി ഷോകൾ എടുപ്പിക്കുന്നു എന്നൊക്കെയുള്ള കഴമ്പില്ലാത്ത പരാതികളാണ് പറയുന്നത്. പിന്നെ സിനിമാടൻ പപ്പു പറയുന്നത് പോലെ ഇപ്പം ശരിയാക്കി തരാം എന്ന രീതിയിൽ വമ്പൻ തെളിവുകൾ ഉടൻ തന്നെ പുറത്തു വിടുമെന്നും ഒക്കെ പറയുന്നതല്ലാതെ ഇതുവരെ ഒരു തെളിവും ശിഹാബിന്റെ സൈഡിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. അതേസമയം പല കമന്റ് ബോക്സുകളിലും ഈ ശിഹാബ് ഇത്രയും നാൾ എത്ര ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയാണ് ഒരക്ഷരം വാ തുറന്നിട്ടുള്ളത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഏതായാലും ചാനലുകളിൽ വന്നിരുന്ന് മുതുകാടിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ശിഹാബിനോട് ഇന്ന് സാഗ് ന്യൂസ് ചാനലിൽ അവിടുത്തെ അമ്മമാർ വന്ന്
ഷിഹാബിന്റെ അനിയനെയും പുറത്താക്കിയതിന്റെ കാരണങ്ങൾ പറയുന്നതിനോട് എന്ത് മറുപടിയാണ് ഈ ഷിഹാബിന് ഇനിയും പറയാനുള്ളതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ ഇത് ഞാൻ പറയുമ്പോഴും തൊട്ടു മുമ്പ് കണ്ട ഒരു വീഡിയോയിൽ ഷിഹാബും വേറൊരു പ്രായമായ സ്ത്രീയും ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഘോരം പ്രസംഗിക്കുന്നതാണ് ഞാൻ കണ്ടത്. അതിൽ ഇപ്പോൾ പറയുന്ന ഒരു വാർത്ത ഈ പത്രസമ്മേളനത്തിൻ്റെ വീഡിയോ, അതായത് ഞാനിപ്പോൾ ഈ വായിച്ച സാഹിബ് ന്യൂസിൽ വന്ന വീഡിയോ വന്ന ശേഷമുള്ളതാണെന്ന് തോന്നുന്നു. കാരണം അതിൽ പറയുന്നത് ഈ അമ്മമാരൊക്കെ ഇപ്പോൾ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം അവർക്കൊക്കെ ഈ ഭിന്നശേഷിക്കാരായ മക്കളുടെ ചെലവിൽ വിദേശത്ത് പോകാമല്ലോ എന്നും അതുകൊണ്ട് അവരുടെയൊക്കെ വായടഞ്ഞിരിക്കുകയാണെന്നും ഒക്കെ ഉള്ളതാണ്. ഇതൊക്കെ എന്ത് മുടന്ത ന്യായമാണ് വന്നിരുന്നു പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഞാൻ മറുനാടൻ മലയാളി ചാനലിൽ സാജൻ സക്രിയ മുതുകാടിനെ പറ്റി പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി പറയാം. മറുനാടൻ മുതുകാടിനെ പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ട് എന്ന ടൈറ്റിലിൽ സാജൻ സക്രിയ അതിൽ പറയുന്ന കാര്യം, ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആരെയും ആർക്കും ആക്രമിക്കാൻ കഴിയുന്ന ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെ വിധി എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ മാത്രമേ ഇന്ന് കഴിയുകയുള്ളൂ എന്നും സാജൻ സക്രിയ പറയുന്നു. എന്തുകൊണ്ട് മറുനാടൻ മുതുകാടിനെ ഇങ്ങനെ അന്ധമായി പിന്തുണയ്ക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് തനിക്ക് ഒരേ ഒരു മറുപടിയേ ഉള്ളൂ എന്നും മുതുകാടിനോട് ഒപ്പമാണ് താനെന്നും ഒപ്പം തന്നെയുള്ളൂ എന്നും സാജൻ സക്രിയ ഉറപ്പിച്ചു പറയുന്നു. കാരണം മുതുകാടിനെ പറയുന്നവർക്ക് ഒരു തെളിവിൻ്റെ അംശം പോലും കയ്യിലില്ല. അവർ അത് പുറത്തും വിട്ടിട്ടില്ല. അങ്ങനെ ആരെയും ആർക്കും എന്തും പറയാവുന്ന കാലത്ത് ഒരു തെളിവും ഇല്ലാത്തിടത്തോളം കാലം ആരെയും വിശ്വസിക്കരുത് എന്നാണ് താൻ പഠിച്ചിരിക്കുന്നതെന്നും മറുനാടൻ പറയുന്നു. പിന്നെ മറുനാടൻ്റെ അടുത്ത ചോദ്യം, നിങ്ങൾക്ക് ഒക്കെ അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്ന് മുതുകാടിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ ഈ പറയുന്നവരിൽ ആരെങ്കിലും ഒരാൾ മാജിക് പ്ലാനറ്റിൽ പോകുകയോ അവിടുത്തെ കാര്യങ്ങൾ തിരക്കുകയോ ചെയ്യാതെ തന്നെ വെറുതെ ഇരുന്ന് മുതുകാടിനെ കുറ്റം പറയുന്ന ആൾക്കാരോട് മറുനാടൻ്റെ ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം തെളിയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അത് ഇല്ലാത്തിടത്തോളം കാലം താൻ മുതുകാടിൻ്റെ കൂട്ടത്തിൽ തന്നെ നിൽക്കുമെന്ന് മറുനാടൻ പറയുന്നുമുണ്ട്. ആ മറുനാടൻ്റെ വാർത്ത അടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.